പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കും. LHS ഇവിടെ കോട്ട് A -1 ദി ഹോൾ സ്ക്വയർ പ്ലസ് കോട്ട് A +1 ദി ഹോൾ സ്ക്വയർ എന്നാണ്. ഇവിടെ നമുക്ക് A - B ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. A - B ഹോൾ സ്ക്വയർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. A - B ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ - 2AB + B സ്ക്വയർ എന്നാണ്. സോ ഈ പ്രോപ്പർട്ടി നമ്മളിവിടെ ഈ രണ്ട് ഇതിൽ A + B ഹോൾ സ്ക്വയറും കൊടുക്കും, ഇതിൽ A - B ഹോൾ സ്ക്വയറും കൊടുത്ത് നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പം കോട്ട് A എന്ന് പറയുന്നത് A, B എന്ന് പറയുന്നത് 1. അപ്പോൾ A സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ A -2 ഇൻറ്റു AB. A എന്ന് പറഞ്ഞാൽ കോട്ട് A, B എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 2 ഇൻറ്റു കോട്ട് A ഇൻറ്റു 1 പ്ലസ് B സ്ക്വയർ. B എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ B സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. സോ ഫസ്റ്റത്തത് എക്സ്പാൻഡ് ചെയ്താൽ ഇത്രയും കാര്യങ്ങൾ വരും. പിന്നീട് ഒരു പ്ലസ് ഉണ്ട്, പ്ലസ് ഇടുക. അതിനുശേഷം ഇതിനെ A + B ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമുല യൂസ് ചെയ്ത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇത് A സ്ക്വയർ എന്ന് പറയുമ്പോൾ കോട്ട് സ്ക്വയർ A എന്നാകും പ്ലസ് 2 ഇൻറ്റു കോട്ട് A ഇൻറ്റു 1 എന്ന് വരും പ്ലസ് B സ്ക്വയർ എന്ന് പറഞ്ഞാൽ B ഇവിടെ 1 ആണ്, ബിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. ഇവിടെ ഒരു കോട്ട് സ്ക്വയർ A ഉണ്ട്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മറ്റൊരു കോട്ട് സ്ക്വയർ Aയും കൂടി ഉണ്ട്. സോ ഇത് ഈ രണ്ട് കോട്ട് സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 2 കോട്ട് സ്ക്വയർ A എന്ന് കിട്ടും. ഇത് -2 ഇൻറ്റു കോട്ട് A ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -2 കോട്ട് A എന്ന് വരും. പിന്നെ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ +1 പ്ലസ് ഇത് നമ്മൾ ഓൾറെഡി കൗണ്ട് ചെയ്തു. ഇനി ഇത് 2 ഇൻറ്റു കോട്ട് A ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 കോട്ട് A എന്ന് കിട്ടും പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. ദിസ് ഈസ് ഈക്വൽ ടു 2 കോട്ട് സ്ക്വയർ A നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു. ഇവിടെ ഒരു -2 കോട്ട് Aയും ഇവിടെ ഒരു +2 കോട്ട് Aയും ഉണ്ട്. സോ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു +1ഉം +1ഉം ഉണ്ട്. ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. ഇവിടെ ഈ രണ്ട് ടേംസിലും 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്കതിനെ ടേക്ക് ഔട്ട് സൈഡ്. സോ 2 ഔട്ട് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് കോട്ട് സ്ക്വയർ A + 1. ഇത് നമ്മൾ മുന്നേ പഠിച്ച ഏതെങ്കിലും ഐഡൻറ്റിറ്റി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മൾ ഒരു 5-6 ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഓൾറെഡി പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ കോട്ട് സ്ക്വയർ A വരുന്ന ഐഡൻറ്റിറ്റി ഏതെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് റിക്കളക്ട് ചെയ്ത് നോക്കുക. നമുക്ക് ഓർമ്മ വരും കൊസീക് സ്ക്വയർ A മൈനസ് കോട്ട് സ്ക്വയർ A = 1. ഇങ്ങനൊരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ ഈ മൈനസ് കോട്ട് സ്ക്വയർ Aനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കൊസീക് സ്ക്വയർ A = 1 മൈനസ് കോട്ട് സ്ക്വയർ Aനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1 പ്ലസ് കോട്ട് സ്ക്വയർ A എന്ന് കിട്ടും. സോ നിങ്ങൾക്ക് ഈ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ കോട്ട് സ്ക്വയർ A + 1. അപ്പോൾ ഈ കോട്ട് സ്ക്വയർ A + 1 എന്ന് പറയുന്നത് കൊസീക് സ്ക്വയർ A ആണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനത്ത് 2 കൊസീക് സ്ക്വയർ A എന്ന് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ RHS. സോ ദിസ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ നമുക്ക് LHS എടുത്തു, അവിടുന്ന് നിങ്ങൾക്ക് RHS കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രൂവ് ദാറ്റ്. അതൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പോലെ തന്നെ LHS എടുക്കുക. LHS എടുത്തിട്ട് RHSലേക്ക് കൊണ്ടുപോവുക. സോ ഇവിടെ കോസ് A 1 സെക്കൻഡ്. നേരത്തെ പോലെ തന്നെ നമ്മൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് LHS എടുക്കുന്നു. എന്നിട്ട്
RHSലേക്ക് നമ്മൾ പോകുന്നു. സോ ഇവിടെ LHS എന്ന് പറയുന്നത് cos A divided by 1 minus tan A plus sin A divided by 1 minus cot A. ഇങ്ങനെയാണ്. സോ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് സിംപ്ലിഫിക്കേഷൻ കൊണ്ടുവരാൻ നോക്കുക. ഫസ്റ്റ് ഒന്നുകിൽ നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ വേറെ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. വേറെ ഏതെങ്കിലും ഐഡൻറ്റിറ്റീസ് കൊടുക്കാൻ പറ്റുമോ, നമുക്ക് എവിടത്തേക്കാണ് എത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നോക്കുക. നമുക്ക് കിട്ടേണ്ട RHS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ എ പ്ലസ് കോസ് എ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാം സൈനിലേക്കും കോസിലേക്കും ആയിട്ട് മാറണം. കാരണം നമ്മളെ ഫൈനൽ ആൻസറിൽ സൈൻ എയും കോസ് എയും മാത്രമാണുള്ളത്. ഇവിടെ ഈ കാണുന്ന ടാനും കോട്ടും ഒന്നും വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടാനും കോട്ടിനെയും ഒന്ന് അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് സൈൻ എ കോസ് എയിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അതിനുള്ള പോസിബിലിറ്റി ആദ്യം നോക്കാം. നമുക്ക് അറിയാവുന്ന ഒരു ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റിയാണ് ടാൻ എ എന്ന് പറഞ്ഞാൽ സൈൻ എ ബൈ കോസ് എ. ദി സെയിം വേ കോട്ടയ്ക്കും നമുക്ക് കോസ് എ ബൈ സൈൻ എ എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഫസ്റ്റ് അതാണ് ചെയ്യുന്നത്. അത് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്ക് സൈൻ എ ബൈ കോസ് എ എന്ന് കൊടുക്കുന്നു, പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് എക്ക് കോസ് എ ബൈ സൈൻ എ എന്നും കൊടുക്കുന്നു. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 1 മൈനസ് ഇവിടെ ഡിനോമിനേറ്ററിൽ 1 മൈനസ് സൈൻ എ ബൈ കോസ് എ എന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡിനോമിനേറ്റർ 1 മൈനസ് കോസ് എ ബൈ സൈൻ എ എന്നാണ്. സോ ഇത് ഈ രീതിയിൽ ഇനി നമുക്ക് ഫെർദർ ആയിട്ട് ചെയ്യാനുള്ളത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, എൽസിയമോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുള്ള ഇതിനെ അഡീഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പം അതിലും മുന്നേ ആ അഡീഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പം അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്കിവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോസേനെ മുകളിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിവിടെ കോമൺ ഡിനോമിനേറ്ററായി മാറണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നു 1 മൈനസ് സൈൻ എ ബൈ കോസ് എ. നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ ഈ ഒരു പാർട്ട് മാത്രം. അതുപോലെ തന്നെ ഈ പാർട്ടിലും നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ന്യൂമറേറ്ററിലുള്ള കോസേനെ അതുപോലെ തന്നെ എഴുതുന്നു, എന്നിട്ട് താഴെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് 1 ഇൻറ്റു കോസ് എ മൈനസ് ഇവിടെ സൈൻ എ തന്നെ വരും, സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ എന്ന് വരും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. സോ ആ പ്ലസ് ഇട്ടു. ഇവിടെയും ഇതേപോലത്തെ ഓപ്പറേഷൻ ചെയ്യുന്നു. ഇപ്പോൾ മുകളിൽ ന്യൂമറേറ്ററിൽ നിങ്ങൾക്ക് സൈൻ എ ഉണ്ട്, അത് എഴുതി. താഴത്തെ ഡിനോമിനേറ്ററിൽ ഇതുപോലെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു സൈൻ എ എന്ന് കിട്ടും. സോ സൈൻ എ മൈനസ് പിന്നെ കോസ് എ ഉണ്ടാവും, കോസ് എ ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്, സൈൻ എ ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ ഈ കോസേനെ നമ്മൾ കോസെ മൈനസ് സൈൻ എ ബൈ കോസെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ഫ്രാക്ഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഈ കോസെ മൈനസ് സൈൻ എ ബൈ കോസേൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ കോസ് എ ബൈ കോസെ മൈനസ് സൈൻ എ ആയിരിക്കും. അപ്പം അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. കോസ് എ നമ്മൾ താഴത്തതിൻ്റെ റെസിപ്രോക്കൽ, അതായത് കോസ് എ ബൈ കോസ് എ മൈനസ് സൈൻ എ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പാർട്ട് കഴിഞ്ഞു. ഈ അടുത്ത പാർട്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഇതുപോലെ നിങ്ങൾ മുകളിലുള്ള ന്യൂമറേറ്ററിനെ താഴെയുള്ളതിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെയുള്ളതിൻ്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ സൈൻ എ ഡിവൈഡഡ് ബൈ
സൈൻ എ മൈനസ് കോസ് എ എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു ഈ കോസൈനെയും മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് സ്ക്വയർ എ എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? കോസ് എ മൈനസ് സൈൻ എ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. സോ പ്ലസ് ഇട്ടു. സൈനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സൈൻ സ്ക്വയർ എ എന്ന് കിട്ടും. താഴെ സൈൻ എ മൈനസ് കോസ് എ ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തതിൻ്റെ ഡിനോമിനേറ്റർ ഇപ്പം കോസ് എ മൈനസ് സൈൻ എ ആണ്. ഇതിൻ്റെ ഡിനോമിനേറ്റർ ആണെങ്കിൽ സൈൻ എ മൈനസ് കോസ് എ ആണ്. ഈ കോസ് എ മൈനസ് സൈൻ എ മൈനസ് കോസ് എയും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഒന്നുമില്ല. ജസ്റ്റ് സൈൻ എ മൈനസ് കോസ് എ, ഇതിൽ നിന്ന് ഞാനൊരു നെഗറ്റീവ് സൈന് പുറത്തേക്ക് എടുത്താൽ സൈൻ എന്ന് നെഗറ്റീവ് സൈന് പുറത്തേക്ക് എടുത്താൽ മൈനസ് സൈൻ എ ആകും. മൈനസ് കോസ് എന്ന് മൈനസ് സൈന് പുറത്തെടുത്താൽ അത് പ്ലസ് കോസ് എ ആകും. ദാറ്റ് മീൻസ് ഇത് മൈനസ് ഓഫ് ഈ കോസേനെ ഞാൻ ആദ്യം എഴുതിയാൽ പ്ലസ് കോസ് എ മൈനസ് സൈൻ എ ഇങ്ങനെയാവും. ദാറ്റ് മീൻസ് സൈൻ എ മൈനസ് കോസ് എ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് കോസ് എ മൈനസ് സൈൻ എ ആണ്. അപ്പം ഇവിടെ വരുന്ന ഈ കോസ് എ മൈനസ് സൈൻ എ അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇനി ഇവിടെ എഴുതുന്നത് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ എ മൈനസ് കോസ് എ. ഈ സൈൻ എ മൈനസ് കോസ് എക്ക് പകരം ഞാൻ മൈനസ് ഓഫ് കോസ് എ മൈനസ് സൈൻ എ എന്ന് എഴുതുന്നു. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് മൈനസ് ഓഫ് കോസ് എ മൈനസ് സൈൻ എ എന്നാണ്. ക്ലിയർ? ഇനി ഇവിടെ ഞാൻ രണ്ടും കൂടിയിട്ട് ഇവിടെ സെൻറ്ററിലുള്ള സൈൻ അഡീഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ ഈ താഴെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ഈ മൈനസ് സൈൻ പ്ലസ് ഇട്ടിട്ട് ഇവിടെ മൊത്തത്തിന് താഴെ മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ ആ സൈൻ മുകളിലേക്ക് എത്തും. ദാറ്റ് മീൻസ് ഈ പ്ലസും മൈനസും കൂടി എങ്ങോട്ട് പോകും? ഇത് എല്ലാം കൂടി ഇവിടെ ഒരു മൈനസ് ആയി മാറും. അതായത് ഇത് രണ്ടും കൂടി മാറിയിട്ട് ഇത് ദിസ് മൈനസ് സൈൻ സ്ക്വയർ എ ബൈ കോസ് എ മൈനസ് സൈൻ എ എന്നാകും. അതായത് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ദിസ് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് ഇപ്പുറത്തേക്ക് എഴുതാം കേട്ടോ. ദിസ് ഇസ് ഈക്വൽ ടു നമുക്കിപ്പം ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് സൈൻ എ, പിന്നെ വരുന്നത് പ്ലസും മൈനസും കൂടി മാറിയിട്ട് അവിടെ മൈനസ് ആവും. മൈനസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് സൈൻ എ ഇങ്ങനെ കിട്ടും. ഇപ്പം നോക്കുക, നിങ്ങളുടെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഇവിടെയും കോസ് എ മൈനസ് സൈൻ എ ആണ്, ഇവിടെയും കോസ് എ മൈനസ് സൈൻ എ ആണ്. അതായത് കോമൺ ഡിനോമിനേറ്റർ ആണ്. കോമൺ ഡിനോമിനേറ്റർ വരുമ്പോൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആ കോമൺ ഡിനോമിനേറ്റർ താഴെ എഴുതും, എന്നിട്ട് മുകളിലുള്ളത് എന്താണോ ഓപ്പറേഷൻ ആ ഓപ്പറേഷൻ ചെയ്യും. അപ്പോൾ മുകളിലുള്ളത് കോസ് സ്ക്വയർ എ ആണ്, ഇവിടെയുള്ള ഓപ്പറേഷൻ മൈനസ് ആണ്, അപ്പോൾ അത് അവിടെ എഴുതി. പിന്നെ ഉള്ളത് സൈൻ സ്ക്വയർ എ എന്നാണ്, അപ്പോൾ അതും നിങ്ങളവിടെ എഴുതി. ഓക്കെ, ഇനി നമ്മളിതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു നമുക്ക് എന്താണ് കിട്ടേണ്ടത്. കിട്ടേണ്ട കാര്യം സൈൻ എ പ്ലസ് കോസ് എ ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയ ആൻസറും പോരാ, നമുക്ക് ഇനിയും ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഇവിടെ എന്താ ഫർദർ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളത് നോക്കുക. അപ്പോൾ താഴെയുള്ളത് കോസ് എ മൈനസ് സൈൻ എ, അതിന് പ്രത്യേകിച്ച് നമുക്ക് ഐഡൻറ്റിറ്റീസ് ഒന്നും കൊടുക്കാനില്ല. മുകളിലുള്ളത് കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ, അതും നമ്മളിവിടെ ഇതുവരെ പഠിച്ച ഒരു ഐഡൻറ്റിറ്റിയിലും വരുന്നൊരു കാര്യമല്ല കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. പിന്നീട് നിങ്ങളത് അതിന് കോസ് 2a എന്നുള്ള വാല്യൂ പഠിക്കും, പക്ഷേ അതും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. കാരണം നമുക്ക് കിട്ടേണ്ടത് സൈൻ എ പ്ലസ് കോസ് എ ആണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക്
ടെൻത്തിൽ അറിയാവുന്ന ഐഡൻറ്റിറ്റിയാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മളിപ്പം ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അതേ ഫോമാറ്റിലാണ് നമ്മുടെ ന്യൂമറേറ്റർ കിടക്കുന്നത്. ഇവിടെ കോസ് എ ആണ് എ, സൈൻ എ ആണ് ബി. അതായത് കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാണ്. സോ ഇതിന് നിങ്ങൾക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ദാറ്റ് മീൻസ് കോസ് എ പ്ലസ് സൈൻ എ, എ പ്ലസ് ബി. ഇനി എ മൈനസ് ബി എന്ന് പറയുമ്പോൾ കോസ് എ മൈനസ് സൈൻ എ എന്നാവും. ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ടാവും? കോസ് എ മൈനസ് സൈൻ എ ഉണ്ടാവും. ഇനി നമുക്ക് മുകളിലും താഴെയുണ്ട് കോസ് എ മൈനസ് സൈൻ എ. ഒരേ കാര്യം വന്നുകൊണ്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്താൽ ബാക്കി കിട്ടുന്നത് കോസ് എ പ്ലസ് സൈൻ എ. അതാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ട RHS. സോ ദിസ് ഈസ് ഈക്വൽ ടു RHS. ഇവിടെ ജസ്റ്റ് നിങ്ങളിവിടെ എഴുതണം കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു കോസ് എ പ്ലസ് സൈൻ എ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഇങ്ങനെ എഴുതണം കേട്ടോ. ഓക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് വെരിഫൈ ചെയ്യാനുള്ള പ്രോബ്ലമാണ്. അപ്പം വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. തീറ്റ 30 ഡിഗ്രി. ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി ദെൻ ടാൻ 2 തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഇത് വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ ഇതുവരെ കാണാത്തൊരു ഐഡൻറ്റിറ്റി ആണിത്. ഇത് ഇക്വാലിറ്റി സൈൻ ഉണ്ട്. നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. സോ ദിസ് ഇസ് എ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി. പക്ഷേ ഇത് നമ്മളിതുവരെ പഠിക്കാത്ത ഒരു ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ പിന്നീട് ഇത് ഇങ്ങനൊരു ഐഡൻറ്റിറ്റി നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് നമുക്ക് തീറ്റ 30 ഡിഗ്രി ആകുമ്പോൾ ടാൻ 30 ഒക്കെ നമുക്ക് അറിയാം. സോ ആ വാല്യൂ വെച്ചിട്ട് ഈ ഇക്വേഷൻ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുകയാണ്. സോ വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ തീറ്റയ്ക്ക് 30 ഡിഗ്രി കൊടുത്താൽ കിട്ടുന്ന വാല്യൂ, റൈറ്റ് ഹാൻഡ് സൈഡിൽ തീറ്റയ്ക്ക് 30 ഡിഗ്രി കൊടുത്താൽ കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്ത് ആ കിട്ടുന്ന RHSഉം ഈ നേരത്തെ കിട്ടിയ LHSഉം രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ LHS എടുക്കുക, എന്നിട്ട് വാല്യൂ കാണുക, പിന്നീട് RHS എടുക്കുക, വാല്യൂ കാണുക. സോ ഫസ്റ്റ് നമ്മൾ LHS എടുക്കുന്നു. LHS എന്ന് പറയുന്നത് ഇവിടെ ടാൻ 2 തീറ്റയാണ്. അവിടെ നിങ്ങൾ തീറ്റയ്ക്ക് ഇവിടെ തന്നിരിക്കുന്ന 30 ഡിഗ്രി എന്നുള്ള ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ടാൻ 2 ഇൻറ്റു 30 വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ 2 ഇൻറ്റു 30 മീൻസ് ടാൻ 60. ടാൻ 60 നമ്മൾ ഓൾറെഡി ആ ടേബിൾ പഠിച്ചിരുന്നു. ടാൻ 60 എന്ന് പറയുന്നത് സൈൻ 60 ബൈ കോസ് 60. That means root 3 by 2 by 1 by 2. That means root 3. So tan 60 വാല്യൂ root 3 ആണ്. സോ നമുക്ക് LHSന്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഇതുപോലെ RHSന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ RHS എന്താണെന്ന് ആദ്യം എഴുതുക. RHS is 2 tan theta divided by 1 minus tan square theta. ഇനി ഇവിടെ തീറ്റയ്ക്ക് നമ്മൾ ആസ് യൂഷ്വൽ 30 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു നമ്മളെ കണ്ടീഷൻ. So 2 tan 30 divided by 1 minus tan square 30 which is equal to 2 tan 30. Tan 30 means sin 30 by cos 30. Sin 30 is 1 by 2. Cos 30 is root 3 by 2. So cancel ചെയ്താൽ 1 by root 3. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാൻ 30 നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ 1 by root 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. താഴെ 1 മൈനസ് ടാൻ സ്ക്വയർ 30.
അപ്പം 1/√3 സ്ക്വയർ വരും, which is equal to 2/√3 താഴെ 1 മൈനസ് 1/√3 ഹോൾ സ്ക്വയറിനെ സ്ക്വയർ ചെയ്താൽ 1ന്റെ സ്ക്വയർ 1, √3ന്റെ സ്ക്വയർ 3, which is equal to 2/√3. താഴെ നിങ്ങൾക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 1 into 3 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ താഴെ 3 വരും, which is equal to 2/√3 divided by 3 minus 1, which is 2/3. ഇത് നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റുന്ന ക്യാൻസൽ ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ താഴത്തെ ഈ ഫ്രാക്ഷനെ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3/2, 2 2 ക്യാൻസൽ ചെയ്തു. 3 എന്ന് പറഞ്ഞാൽ √3 into √3 ആണ്. സോ ഒരു √3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ √3 വരും. സോ ഫൈനൽ ആൻസർ √3 കിട്ടും. നമ്മൾ നേരത്തെ LHS കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, അത് √3 ആയിരുന്നു. അതായത് ദിസ് ഇസ് ഈക്വൽ ടു LHS. നിങ്ങൾ RHS എടുത്തു, നിങ്ങൾക്ക് LHS കിട്ടി. സോ നമ്മൾ ഈ പ്രോബ്ലം വെരിഫൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഇവാലുവേറ്റ് 4 tan square 60 minus 3 tan square 30 plus tan square 45. ഇതൊരു ട്രിഗ്നോമെട്രിക് എക്സ്പ്രഷൻ ആണ്. ഇതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. സോ നമ്മൾ ഈ എക്സ്പ്രഷൻ ആദ്യം എഴുതുന്നു. 4 tan square 60 minus 3 tan square 30 plus tan square 45, which is equal to, നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ കൊടുക്കുക. ദിസ് ഇസ് tan 60. tan 60 നമ്മൾ ഓൾറെഡി എഴുതിയിരിക്കുന്നു √3. സോ √3ന്റെ സ്ക്വയർ വേണം, മൈനസ് ഇവിടെ ഒരു 3 ഉണ്ട്, tan square 30. tan 30 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു 1/√3. സോ 1/√3ന്റെ ഹോൾ സ്ക്വയർ വരും, പ്ലസ് പിന്നെ വരുന്നത് tan square 45. tan square 45 ആണെങ്കിൽ tan 45 വേണം. tan 45 എന്ന് പറഞ്ഞാൽ sin 45 ഡിവൈഡ് ബൈ cos 45 വരും. sin 45 1/√2 ആണ്, cos 45 1/√2 ആണ്. സോ അത് ഡിവൈഡ് ചെയ്താൽ രണ്ടും കിട്ടുന്നത് നിങ്ങൾക്ക് 1 കിട്ടും. സോ tan 45 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1ന്റെ സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു 4 into √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, 3 into 1/√3ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1, √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3, പ്ലസ് ഒരു 1 വരും. ഇവിടെ നമുക്ക് ഈ 3യും ഈ 3യും ക്യാൻസൽ ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു 4 into 3 12 കിട്ടും, മൈനസ് 1 വരും, പ്ലസ് 1 വരും. ഇവിടെ ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നോക്കണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ മൈനസ് ചെയ്യേണ്ടത് കേട്ടോ, ഒന്നും തെറ്റരുത്. സോ ദിസ് ഇസ് 12 minus 1 plus 1. -1ഉം +1ഉം കട്ട് ചെയ്തു, ബാക്കി 12 ഉണ്ടാവും. സോ നമ്മുടെ തന്നിരിക്കുന്ന ഈ ട്രിഗ്നോമെട്രിക് എക്സ്പ്രഷൻ്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, അതിൻ്റെ വാല്യൂ 12 ആണ്. സോ ഇതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് അതും ഇവാലുവേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. സോ ഒരു ട്രിഗ്നോമെട്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ട്രിഗ്നോമെട്രിക് എക്സ്പ്രഷൻ ഫസ്റ്റ് എഴുതുക. 4 sin cube π/3 മൈനസ് 3 cos π/6. ഇവിടെ നേരത്തെ നമുക്ക് ഡിഗ്രിയിലായിരുന്നു ആംഗിൾസ് തന്നത്. ഇവിടെ പക്ഷേ π/3 എന്ന് പറയുന്നത് റേഡിയനിലാണ്, ഇവിടെ π/6 അത് റേഡിയൻ മെഷർ ആയിരുന്നു. അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ഡിഗ്രി മെഷർ ഓർമ്മ വരണം. അപ്പം ഞാൻ പറഞ്ഞിരുന്നു π/3 താഴെ 3 വരികയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വലൻ ടു 60 ഡിഗ്രി ആയിരുന്നു എന്നും ഓർമ്മിക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തന്നിരുന്നു. താഴെ 6 ആണ് വരുന്നതെങ്കിൽ അത് 30 ഡിഗ്രി ആണെന്നും. ഈ കാര്യം ഒന്ന് അവിടെ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആ വാല്യൂ കൊടുക്കുന്നു. സോ ഇത് 4 sin cube
5/3ക്ക് നിങ്ങൾക്ക് 60 ഡിഗ്രി എന്ന് കൊടുക്കാം. മൈനസ് 3 കോസ് 5/6ന് നിങ്ങൾക്ക് 30 ഡിഗ്രി എന്ന് കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈൻ ക്യൂബ് 60. സൈൻ 60ൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം, വിച്ച് ഈസ് √3/2. അതെടുത്തിട്ട് അതിൻ്റെ ക്യൂബ്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ഓൾറെഡി പഠിച്ചിരിക്കണം കേട്ടോ. മൈനസ് 3 കോസ് 30. കോസ് 30ൻ്റെ വാല്യൂ √3/2 ആണ്. അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദിസ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു √3/2 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പം √3ൻ്റെ ക്യൂബും വേണം, താഴെ 2ൻ്റെ ക്യൂബും വേണം. √3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ √3 നമ്മൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ താഴെ 2 ക്യൂബ്, 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 എന്ന് കിട്ടും. പിന്നെ ഒരു മൈനസ് ഉണ്ട്. ഇത് 3 ഇൻറ്റു √3/2 എന്ന് പറഞ്ഞാൽ 3√3/2 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു √3 ഇൻറ്റു √3, അത് 3 ആകും. സോ 3√3 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3√3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഈ 4ഉം 8ഉം കൂടി കട്ട് ചെയ്താൽ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 3√3/2 മൈനസ് 3√3/2 രണ്ടും സെയിം ആണ്. സോ ഡിഫറൻസ് എടുത്താൽ 0 കിട്ടും. സോ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഈ ട്രിഗ്നോമെട്രിക് എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂ 0 എന്നാണ്. ഓക്കെ.